ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായിട്ട് നമ്മുടെ ചാനൽ ചർച്ചകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുമൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ മോട്ടിവേഷൻ. മോട്ടിവേഷൻ മീൻസ് ഫേക്ക് മോട്ടിവേഷനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഈ മോട്ടിവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനുള്ള കഴിവ് നമ്മളിൽ തന്നെയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വന്നു ചേരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള കഴിവും നമുക്ക് ഉണ്ട്. അപ്പോൾ എപ്പോഴാണ് ഒരു മോട്ടിവേറ്ററിൻ്റെ ആവശ്യം വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ ആളുകളും ഒരുപോലെയല്ല. ചിലപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ ഉത്തരം കിട്ടാതെ വരും, സ്ട്രക്കായി പോകും. ചിലപ്പോൾ ചിലർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്ന ആ സമയത്ത് ചിലപ്പോൾ അവർ ഫസ്റ്റ് ടൈമിൽ അതിനെ അപ്രോച്ച് ചെയ്യുന്നത് ആയതുകൊണ്ട് തന്നെ വീഴ്ചകൾ വന്നേക്കാം. അപ്പോൾ ആ വീഴ്ചകളിൽ നിന്ന് കരകയറ്റുവാൻ അല്ലെങ്കിൽ ഒരു വഴി കാണിച്ചു കൊടുക്കുവാൻ, അതുപോലെ തന്നെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്ന വണ്ണം ഒരു വഴി കാണിച്ചു കൊടുക്കുവാൻ ഒരു മോട്ടിവേഷൻ സ്പീക്കർക്ക് അല്ലെങ്കിൽ ഒരു മോട്ടിവേറ്റർക്ക് കഴിയും. അപ്പോൾ ഈ മോട്ടിവേറ്റർ എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മളെല്ലാവരും മോട്ടിവേറ്റർ തന്നെയാണ്. ഇനി നമുക്ക് എവിടെയെങ്കിലും ആ ഒരു സ്ട്രക്ക് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അച്ഛൻ ഒരുപക്ഷെ നമ്മുടെ മോട്ടിവേറ്റർ ആയേക്കാം, അമ്മ ഒരു മോട്ടിവേറ്റർ ആയേക്കാം. മോനെ, നീ വിജയിക്കും, നീ സക്സസ്സിലേക്ക് എത്തും, ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ എന്ന് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ അല്ലെങ്കിൽ മക്കൾ തന്നെ പറയുമ്പോൾ തന്നെ തീർച്ചയായിട്ടും നമുക്ക് ആ എനർജി ഉണ്ടാകും. അപ്പോൾ ഇവർക്കൊന്നും കഴിയാത്ത പക്ഷം പുറമേ നിന്നോ ഒരാൾക്ക്, ഒരു ഫ്രണ്ടിന് മോട്ടിവേറ്റർ ആകുവാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജെനുവിനായിട്ടുള്ള മോട്ടിവേഷനും ഉണ്ട്, ഫേക്കായിട്ടുള്ള മോട്ടിവേഷനും ഉണ്ട്. അപ്പോൾ ഒരാൾ പറയുന്നതിൽ കാര്യമുണ്ട് അല്ലെങ്കിൽ അതിൽ കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകുന്നതിൽ പ്രശ്നമൊന്നുമില്ല. തീർച്ചയായിട്ടും നമ്മൾ വിജയതീരത്ത് എത്തുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുക തന്നെ ചെയ്യും. പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ മോട്ടിവേഷൻ കൊടുക്കുന്ന സമയത്ത് അത് കേൾക്കാൻ വരുന്നവർ അവർക്കൊരു എത്തും പിടിയുമില്ലാത്തൊരവസ്ഥയിലായിരിക്കും അവർ നമ്മളെ ആശ്രയിക്കുന്നത്. എന്താണൊരു പ്രതിവിധി, എങ്ങനെ ബിസിനസ്സിൽ മുന്നോട്ട് പോകുവാൻ കഴിയും, അതായത് കുറേ കാലമായിട്ട് ബിസിനസ് ചെയ്യുന്നു, പക്ഷേ അതിലൊരു എഴുമ്പേറ്റം ഉണ്ടാകുന്നില്ല എന്ന് തോന്നുന്ന പക്ഷം തീർച്ചയായിട്ടും ഒരു ബിസിനസ് മോട്ടിവേറ്റർക്ക് അയാൾക്ക് ആ വഴി കാണിച്ചു കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളുമായിട്ട് വന്നു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ റിലേഷൻഷിപ്പ് ആവട്ടെ, അല്ലെങ്കിൽ നിൻ്റെ ഹെൽത്ത് ആകട്ടെ, വെൽത്ത് ആകട്ടെ, ഇവിടെയെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ കഴിയും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു മെഡിറ്റേറ്ററിനെ സമീപിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഡിപ്രഷനിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സ്ട്രെസ്ഡായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു റിലീഫ് കിട്ടും. അപ്പോൾ ഇതാണ് സത്യത്തിലൊരു മോട്ടിവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് മുന്നിൽ വരുന്ന ആളുകളെ റെസ്പെക്റ്റ് ചെയ്യുക നമ്മൾ പഠിക്കുക. ഈ ലോകത്തുള്ള എല്ലാവരും അങ്ങ് ബിസിനസ്സുകാരായി കഴിഞ്ഞാൽ ഇവിടെ കൃഷിക്കാർ വേണ്ടേ, കാർപ്പൻറ്റേഴ്സ് വേണ്ടേ, എൻജിനീയേഴ്സ് വേണ്ടേ, ടീച്ചേഴ്സ് വേണ്ടേ, എല്ലാവരും വേണം. അപ്പോൾ എല്ലാവരും നമ്മൾ ബഹുമാനിക്കുകയും വേണം. അതുകൊണ്ടാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ പറയുന്നത്, ഒരു തെരുവിൽ തൂപ്പുകാരനായി ജോലി ചെയ്യുന്ന ആൾക്കും അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട്. അതായത് ആ ജോലിക്ക് ഒരു മഹത്വമുണ്ട്. ആ ജോലിയെ തീർച്ചയായിട്ടും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. ആ ജോലി ചെയ്യുന്ന ആളും സ്വയം റെസ്പെക്റ്റഡ് ആയിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ റോങ് മോട്ടിവേഷൻ, അതുപോലെ ജെനുവിൻ മോട്ടിവേഷൻ, ഇത് മനസ്സിലാക്കിക്കൊണ്ട് ആളുകളുടെ അടുത്തേക്ക് പോകുവാനും നല്ല ഉപദേശങ്ങൾ സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. അല്ലാത്ത കാര്യങ്ങളെ നമ്മൾ വിട്ടുകളയുക. ഒരു ചെവിയിൽ കൂടി കേട്ട് മറ്റൊരു ചെവിയിൽ കൂടി വിട്ടുകളയുക. എന്ത് സെലക്ട് ചെയ്യണം എന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അപ്പോൾ അതിൽ ഏതൊക്കെ നമ്മൾ നമ്മുടെ മൈൻഡിലേക്ക് കളക്ട് ചെയ്യണം, ഏതൊക്കെ റിജക്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.